എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് മാറുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദും വിനോദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വിലാസിനെ നോക്കുന്ന ഹോം നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഇനി ഇവിടെ തുടരാനായിട്ട് പറ്റില്ല, ഏജൻസി എന്നെ തിരികെ വിളിച്ചിരിക്കുക, എന്നോട് തിരികെ ചെല്ലാൻ പറഞ്ഞു പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ചോദിച്ചു, എന്താ അങ്ങനെ? അല്ല, ഗീതുവിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഗീതു പറഞ്ഞിട്ടാണല്ലോ എന്നെ ഇങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗീതുവിന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് അവനെ തിരിച്ചു വിളിച്ചിരിക്കുക എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. വിനോദ് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഗീതു ഒരു തെറ്റുകാരിയാണെന്നാണോ നിങ്ങളും നിങ്ങളുടെ ഏജൻസിയൊക്കെ വിശ്വസിക്കണമെന്ന് ചോദിക്കുക. ഒരിക്കലും ഇല്ല സാർ, ഞാനങ്ങനെ വിശ്വസിക്കത്തില്ല. ഗീത മാഡം തെറ്റിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു വിശ്വാസക്കുറവെന്ന് ചോദിക്കണം. അല്ല, ഏജൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പോയാലേ പറ്റുള്ളൂ. ശരി, ആയിക്കോട്ടെ, നിങ്ങളുടെ ഏജൻസിനെ ഞാനൊന്ന് കാണുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, അല്ല സാർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ അവസ്ഥ അറിയാലോ എന്ന് പറയാം. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം എന്ന് പറയാണ്. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അത് ശരിയാ, എന്റെ ചേച്ചി എന്താളും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. നീക്ക് പോവാണെ പോവാം, നിൽക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടല്ലോ, പിന്നെ ആ ഏജൻസി അവിടെ കാണത്തില്ല. ഈ ഗോവിന്ദേട്ടൻ ആരാ നിങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ പറയണം. പെട്ടെന്ന് അവർ പറഞ്ഞു, അയ്യോ സാർ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഏജൻസി എന്നെ തിരികെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു. ഇനി ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നുള്ളൂ, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ലെന്നൊക്കെ അവർ പറയാണ്. പക്ഷെ ഗോവിന്ദന്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം എല്ലാവരും ഇങ്ങനെ സംശയിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ സമയം അയ്യപ്പേട്ടനും ഷിബും കൂടെ പുറത്തു പോയിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴാണ് അറക്കൽ വീടിന്റെ മതിലേല് കുറെ നോട്ടീസ് അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കിഷോറിന്റെ ഘാതരെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗീതുവിനും ഗോവിന്ദിനെതിരെ വലിയ പോസ്റ്ററുകളൊക്കെ പതിച്ചു വെച്ചേക്കാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പെട്ട ഇതാരുടെ ഈ പരിപാടി ചെയ്തേ, അവന്റെ കൈ കിട്ടി അവനെ ശരിയാക്കണം എന്നൊക്കെ പറയണം. ഷിബു പറഞ്ഞു, പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചു കളയാം അയ്യപ്പെട്ട, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പറിച്ചു കളയാന്ന് പറയണം. അങ്ങനെ അവര് അത് പറിച്ചു കളയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് നിൽക്കുന്നത്, അതിനകത്തുനിന്ന് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അവർ ആ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഗീതു വന്ന് ആ പോസ്റ്ററിലേക്കൊക്കെ നോക്കുവാണ്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണ്, എപ്പോഴേത് നിമിഷം വേണം സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതൊക്കെ. എന്റെ നിരപരാധം എന്നെങ്കിലും ഒരിക്കലും എല്ലാവർക്കും ബോധ്യമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് അയ്യപ്പേട്ടൻ പറഞ്ഞു, ദേ കുഞ്ഞിന്റെ നിരപരാധം എനിക്ക് എന്താളും ബോധ്യമാന്ന് പറയണ. കുഞ്ഞൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാന്ന് പറയാം. പിന്നെ ഇത് ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്താന്ന് എനിക്ക് തോന്നുന്നേ, കാരണം അവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് ഗീതയോട് പറഞ്ഞു, ഗീത ഒരു കാര്യം ചെയ്യാം, അകത്തേക്ക് കയറിപ്പോക്കെ ഞാൻ വന്നേക്കാന്ന് പറയണം. അല്ല ഗോവിന്ദേട്ടൻ, ഞാൻ വന്നോളാന്ന് പറയണം. പിന്നീട് ഗീതനെ അങ്ങ് അകത്തേക്ക് കയറ്റി വിട്ടിട്ട് അയ്യപ്പേട്ടൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഈ മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് അകത്തേക്ക് കയറിപ്പോയി. ഗോവിന്ദിനും വല്ലാത്തൊരു വിഷമമായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പോഴേക്കും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് രേഖ അങ്ങോട്ട് വരുന്നത്. രേഖ വന്നിട്ട്, അതെ മാധവമോഹൻ നല്ല ഒരു പനിയുടെ ലക്ഷണമാണ്, അപ്പൊ അതുകൊണ്ട് ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. ഗീതു അങ്ങോട്ട് ചെല്ലാൻ പറയണം. അങ്ങനെ ഗീതു അങ്ങോട്ട് പോവാ. പക്ഷെ ഗീതുവിന് പോയിട്ട് എന്തോ വല്ലാത്തൊരു വിഷമം, ആ മുറിയിലേക്ക് പോയി കയറാനായിട്ട് ഡോക്ടറും വന്നിട്ടുണ്ട്. ഡോക്ടർ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, എങ്ങനെയൊക്കെ അവിടെ നിൽക്കണം. അപ്പത്തേനും ഗോവിന്ദ അങ്ങോട്ട് വന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കൊരു ആലോചന. ഒന്നുമില്ല എന്ന് പറയണം. അപ്പോഴാണ് ഡോക്ടറും ഗീതുവും രേഖയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ആഹാ ഇവിടെ വന്നിരിക്കുവായിരുന്നു, എന്താ അങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കും. അല്ല ഡോക്ടർ, ഞങ്ങൾ പുറത്ത് വരെ പോയതായിരുന്നു, പുറത്ത് പോയിട്ട് ഇപ്പോഴും നിങ്ങൾ വന്നോളെന്ന് പറയണം. അത് മാധവമോന് കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയൊരു പനി, അതിൻ്റെതായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാ, അത് ആ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പത്തേനും മാറിക്കോളൂ എന്ന് പറയണം. അല്ല എനിക്ക് നിങ്ങളോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയണേ. എന്ത് കാര്യങ്ങൾ? അതൊക്കെയുണ്ട്. ഈ സമയം രഞ്ജുവും കൂടെ അങ്ങോട്ട് വന്നു. രഞ്ജുവിനോടും രേഖയോടും പറഞ്ഞു, അതെ ഞാൻ ഇവരോട് കുറച്ചമ്മ തനിച്ച് സംസാരിച്ചിട്ട് നിൽക്കുക, അതിനെന്താ ഞങ്ങൾ മാറത്തരാന്ന് പറഞ്ഞ് അവര് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം അവർ പറഞ്ഞു, അതെ അവർണിയെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്നല്ലേ പറയണേ എന്ന് ഗീതോണ്ട് ചോദിക്കുക. അതെ ഏറ്റവും അടുത്ത കൂട്ടുകാരി തന്നെയാണ്, പക്ഷെ അവർക്ക് അബോർട്ട് ഉണ്ടായത് എങ്ങനെയാന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. അതെനിക്കറിയത്തില്ല, പെയിൻ വന്നെന്നാ പറഞ്ഞ്. പെയിൻ വന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തലറങ്ങി വീണെന്നൊക്കെയാ പറയണേ. അങ്ങനെ എനിക്കറിയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു, ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്, സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, പക്ഷെ ഇത് അസാധാരണമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ വയർ എവിടെയോ ശക്തിയിൽ ഇടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇടിച്ചിട്ടുണ്ടോ? അതെ, എവിടെയോ ശക്തിയിൽ ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ആഹാരത്തിലാണ് അവര് താഴെ വീഴുന്ന കുഞ്ഞ് അബോട്ടായി പോയെന്ന് പറയാണ്.
ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലോ എന്ന് പറയണ. ഞാനുള്ള കാര്യം പറഞ്ഞേ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. ഗീതു പറഞ്ഞു, അത് ശരിയാ, അല്ല ഡോക്ടർ, അതെങ്ങനെ ഒരു പക്ഷേങ്കിൽ വീണ സമയത്ത് എങ്ങാനും ഇടിച്ചായിരിക്കോ? അതല്ല, അതിനേക്കാൾ അപ്പുറം അവരൊരു പക്ഷേങ്കിൽ സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവര് വയറ് ശക്തമായിട്ട് ഇടിച്ച് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദനും ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവര് പരസ്പരം അങ്ങനെ നോക്കുകയാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു, ഗീതു നമ്മൾ എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നേ, ഇത്ര നാളെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമായിരുന്നു, ഇപ്പൊ അവിടെ അടുത്ത പ്രശ്നം വന്നു ചേർന്നിരിക്കും, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല കണ്ണേട്ട എന്ത് ചെയ്യണമെന്ന്. ആ ഡോക്ടർ പറഞ്ഞ ശരിയാണെങ്കിൽ അപർണയ്ക്ക് പെയിൻ അപ്പോൾ ഉണ്ടായിട്ടില്ല, അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്നിട്ട് എന്താ അപർണയെ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത്? അപർണയെ എന്തിനാ നമ്മളോട് കള്ളത്തരം പറഞ്ഞതെന്ന് ഇതടുത്ത് ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എന്തിനാ എനിക്ക് കള്ളത്തരം പറയുന്നത്? അപർണയെ മാത്രമല്ലല്ലോ, അജാസ് നമ്മളോട് കള്ളത്തരം പറഞ്ഞില്ലേന്ന് ചോദിക്കോ. അത് ശരിയാ. അപ്പോഴാണ് അവർ രണ്ടുപേരും അജാസിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അജാസ് വന്ന് പറഞ്ഞ എന്താ, താൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് പെയിൻ തുടങ്ങി, അതിനുശേഷം അവള് തലയിറങ്ങി വീണു, അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്നല്ലേ പറയണേന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷേ എങ്കില് ഇവിടെ ഒന്നും അങ്ങോട്ട് ഒരു പൊരുത്തപ്പെടുന്നില്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണേലും ഒന്ന് അന്വേഷിച്ച് നോക്കാം, എന്താ സത്യാവസ്ഥ എന്താണെന്നും അറിയത്തില്ലോ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയണേ. അങ്ങനെ ഗീതവും ഗോവിന്ദും ആ കാര്യം അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് രേഖ എന്ത് ചെയ്യണം, മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്കൊന്ന് കുളിയെ കഴിഞ്ഞിട്ട് വന്ന് പൊട്ടൊക്കെ തൊട്ടിങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കും. വരുൺ അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. വരുൺ അങ്ങോട്ട് ചെന്നു. വണ്ടി എന്തെങ്കിലും ചെല്ലാകുമ്പോഴത്തേന് രേഖ വെച്ചു, അല്ല ഇന്നും ചോക്ലേറ്റ് ആയിട്ടാണോ വന്നേക്കെന്ന് ചോദിക്കുകയാണെ. അങ്ങനെയൊന്നുമില്ല, ചോക്ലേറ്റ് ഒന്നും ഇല്ലാന്ന് പറയണേ. ഇത് വരണേട്ടാ, ചോക്ലേറ്റ് കൊണ്ടിരുന്ന നാണക്കേടല്ലേ, അല്ലാതെ തന്നെ ഒരു സ്ത്രീയെ പുരുഷൻ പ്രണയിക്കണം എല്ലാം കൊണ്ടൊന്നും പറയണം. ഇത് കേട്ടതും വരുൺ പറഞ്ഞു, എനിക്ക് മുമ്പത്തെപ്പോഴൊന്നും അല്ല, നിന്നോട് ഇപ്പം നല്ല പ്രണയമാന്ന് പറയണം. അതെനിക്കറിയാം, വാക്കുകൾ തേൻ പുരട്ടിയിട്ട് കാര്യമില്ല വരണേട്ടാ, പ്രവൃത്തിയിലും അത് കാണണമെന്ന് പറയണം. അതുകൊണ്ട് വരുണേട്ടനൊരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ പറയണം. എങ്ങോട്ട്? ഞാനിത് എങ്ങോട്ടാ പോണേ? എന്റെ മുറിയല്ലേ, പോരാതെ നീ എന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഭാര്യയുടെ അനുവാദം ഇല്ലാതെ ഭർത്താവിന് ഭാര്യയുടെ ദേഹത്ത് കൈവെക്കാൻ പാടില്ല, അതൊക്കെ അറിയത്തില്ലേ വരുണേട്ടെന്ന് ചോദിക്കുകയാണ്. വരുണ ആകെപ്പാടെ സങ്കടം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഒന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ട് അവൾ എന്ത് ചെയ്യണം, രേഖ എന്ത് ചെയ്യണം, കുറച്ച് പെർഫ്യൂമൊക്കെ എടുത്ത് പൂശുവാണ്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വരുൺ സഹിച്ചില്ല. വരുൺ പെട്ടെന്ന് വന്ന് രേഖയുടെ ദേഹത്തേക്ക് തോളത്തേക്ക് കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് അങ്ങോട്ട് ബെഡിലേക്ക് പോകാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേഖ പറഞ്ഞു, കൈ അങ്ങ് തള്ളി മാറ്റി. അതെ വരണേട്ട, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരണേട്ടൻ ഇനി നന്നായി അറിഞ്ഞാൽ മാത്രമേ ഞാൻ വരണേട്ടനെ സ്വന്തം ആകത്തുള്ളൂ എന്ന് പറയണം. ഉറപ്പാണെന്ന് എനിക്ക് ഉറപ്പാ. ഇത് കേട്ടതും വരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം മാറിയിട്ടുണ്ടെന്ന് പറയാം, ഇപ്പൊ തന്നെ എനിക്ക് എന്ത് മാറ്റമാ, പണ്ടത്തെ വരണാണോ ഞാൻ? അല്ലല്ലോ, എനിക്ക് നല്ല മാറ്റമല്ലേന്ന് ചോദിക്കും. അത് പറഞ്ഞ് പഠിച്ചില്ല കാര്യമല്ലോ, വിശ്വാസം വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വരണ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് രേഖ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗോവിന്ദനെ ഗീതിന്റെ അരിയിലേക്കല്ല, അവരോട് നിന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം, ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ മാപ്പ് പറഞ്ഞ് അറക്കൽ വീട്ടിലേക്ക് വീണ്ടും നമുക്ക് താമസം തുടരാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വരുൺ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വരുൺ പറഞ്ഞു, നീ എന്താ പറഞ്ഞ് ഗോവിന്ദന്റെ അടുത്ത് നിന്ന് ചെയ്ത കുറ്റങ്ങളൊക്കെ ഏറ്റു പറയാനോ? അതിന് ഞാൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല വരുണേട്ടാ. വരുണേട്ടൻ വെറുതെ കള്ളത്തരമൊക്കെ പറയണ്ട, അങ്ങനെ എപ്പോൾ സമ്മതമാണെങ്കിലോ അപ്പോഴേ ഇനി തൊട്ട് വരുണേട്ടൻ്റെ കൂടെ ഞാൻ കിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും കിടക്കത്തില്ലെന്ന് പറയണം. ഇത് കേട്ടും വരുൺ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെങ്ങാനും ചിലപ്പോൾ ഗോവിന്ദനോട് തന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു, തന്റെ കാര്യത്തിനൊരു തീരുമാനമായി. വല്ലാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു രേഖയ്ക്കല്ല, വരുണാണ് പെട്ടുപോയി. രേഖയാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുക വരുണിനെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. വരുണാണെങ്കിലോ ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദനോട് സത്യങ്ങളൊക്കെ പോയി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ചീട്ട് കീറുമെന്ന് വരുണ് നന്നായിട്ടറിയാം. പിന്നീട് അപർണ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഗീതവും ഗോന്നും കൂടെ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ഗീത ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ അപർണ പറഞ്ഞു, സുഖമാണെന്നോ, പരമാനന്ദ സുഖമല്ലെന്ന് ചോദിക്കുകയാണ്. അല്ല എന്തെങ്കിലും കഴിച്ചോ? കഴിക്കാൻ ഇവിടെ ഉണ്ടാക്കി തരാനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്, അവരെന്തെങ്കിലും ഉണ്ടാക്കി തരും, കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാണ്. അല്ല എപ്പോഴും ഇങ്ങനെ അപർണ ഇങ്ങനെ ആയിട്ടിരിക്കില്ല, ഗ്ലൂമി ആയിട്ടിരിക്കില്ലെന്ന് പറയണം. ഞാൻ എപ്പോഴും ഇരിക്കണേ, എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതം തീർന്നു പോയില്ലെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗീത സാരമില്ല, പോട്ടെ, വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ലോ, അതുകൊണ്ട് ദൈവമായിട്ട് തന്നു, ദൈവമായിട്ട് തിരിച്ചെടുത്തു, അത്രയും കരുതിയാൽ മതി എന്ന് പറയണം. പിന്നെ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ആള് എന്റെ ഭാര്യയെന്ന് ഗോവിന്ദ് ആ സമയത്ത് പറയണം. അതിന്റെ ഗീതു ക്രൂശിക്കപ്പെടുന്നത്? ഗീതു ആ കിഷോറിനെ കൊന്നേന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. ഗീതുവോ?
അതിന് ഗീതു അങ്ങനെ കൊല്ലും, ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഗീതു ചെയ്തിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ അപർണയ്ക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുക. എനിക്കറിയാം, എനിക്കത് അറിയാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ഗീതു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയും. എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ നോക്കാനും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണ് ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, ഞങ്ങൾ ഫോട്ടോസ് അത് വിട്ടാൽ ഞങ്ങൾ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഓഫീസിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുമെന്ന് പറയണം. അതെ, സാരമില്ല ഗോവിന്ദേട്ടാ, എല്ലാം ശരിയാവും എന്ന് പറയണം. പക്ഷെ ഗോവിന്ദന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവരുടെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഗീതി ചോദിച്ചു, അല്ല വർണിക, നിന്റെ വേദനയും വിഷമങ്ങളൊക്കെ കുറഞ്ഞോ? വേദനകളൊക്കെ കുറഞ്ഞെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് എന്തിനാണ് തന്റെ ഫോണിനകത്തുള്ള ഗീതനെ കുറിച്ച് ആ സോഷ്യൽ മീഡിയാസിനകത്ത് വന്ന ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവനിലേക്ക് വല്ലാത്ത സങ്കടമായി. താൻ കാണുവാണല്ലോ ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത്. പെട്ടെന്ന് ഗീതനോട് വർണ്ണിക പറഞ്ഞു, ഇത് ഒരു കാരണവശാലും ഗീത ചെയ്ത കാര്യമില്ല, ഞാനിത് വിശ്വസിക്കത്തില്ലെന്നാണ് പറയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? എനിക്കറിയാം ഗീത ചെയ്തിട്ടില്ല. ഗോവിന്ദ് ചോദിച്ചു, അവർണി ഇത്ര തർപ്പിച്ച് പറയണെങ്കിലോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലേന്ന് ചോദിക്കുക. അതിപ്പോ എന്താ പറയുക, കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി എനിക്കത് ഒളിച്ചു വെക്കാൻ പറ്റില്ല, ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർണയെ കാര്യം പറയാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.